എന്തിനാനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജില്ലകളിലെയും എന്താണ് ആവശ്യകത? ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കടത്താൻ അനുവദിക്കരുത്. ആനയെ വാങ്ങി വെക്കുന്നയാളും അതിനെ ഒരു വിൽപ്പന ചരക്കാക്കി വല്ലാണ്ട് ചൂഷണം ചെയ്യരുത്. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ആനയെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ട്രിഞ്ചന്റ് റൂൾ വരണം. ആന പാപ്പന്മാർക്കൊരു കൾച്ചർ വരണം. അവർക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നിബന്ധനകൾ വരണം. വസ്തു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരു കണ്ടക്റ്റ് വേണം, ഒരു നടപ്പ് രീതി വേണം. അത് നിഷ്കർഷിക്കണം. ആനകളില്ലാതെ നമുക്ക് പൂരം നടത്താൻ പറ്റുമോ? ഞാൻ യോജിക്കാം. കുടമാറ്റമില്ലാതെ മനുഷ്യൻ്റെ തലയിൽ കുട ഏന്തി കോലം ഏന്തി അങ്ങനെ ഒരു പൂരം നമുക്ക് നടത്താൻ പറ്റുമോ? ഹൈക്കോടതി വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു ഓർഡറിന്റെ ഒരു അന്തസത്ത നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ കഴിയും? അതായത് അതിൽ ഇവിടെ ചില ഇടങ്കോലുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു കാരണവശാലും ആന ഉടമകൾക്കോ അല്ലെങ്കിൽ ആനയെ നല്ല രീതിക്ക് പരിപാലിക്കുന്ന ആന ഉടമകൾക്ക് പോലും ഈ ഉത്സവങ്ങൾക്ക് ആനകളെ ഇറക്കാൻ കഴിയാത്ത രീതിക്കുള്ള നിബന്ധനകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർഡർ നമുക്ക് എത്രത്തോളം ഗുണകരമാകും? കേന്ദ്രം ചില നിയമങ്ങൾ, യോഗ്യമായ നിയമങ്ങൾ അത്യാവശ്യകതയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പിന്നെ തീരുമാനിച്ചാൽ മതി. അത് നടപ്പിലാക്കുന്ന സർക്കാർ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് നിങ്ങളുടെ യോഗമോ ദുര്യോഗമോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഹൈക്കോടതി നിയമമേ പറയും ഇത് പാടില്ല, അത് പാടില്ല എന്ന് എവിടെയും ഒരു കാര്യത്തിലും തീർത്തും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ചില കണ്ടീഷൻസ് വയ്ക്കും. ആ കണ്ടീഷൻസ് പാലിക്കാത്തടത്ത് അതിൻ്റെ നിയമത്തിൻ്റെ വാളെടുക്കും. അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിരിക്കണം. പറഞ്ഞതല്ല, ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്നതിലാണ് ഒരു രണ്ടാനകൾ തമ്മിൽ 10 മീറ്റർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ കുടമാറ്റത്തിന് അതൊന്നും ഒരു കാരണവശാലും പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അത് ആണ് ഞാൻ ചോദിച്ചത്. അല്ല, അതവർ നിശ്ചയിക്കട്ടെ, അതവർ നിശ്ചയിച്ചോട്ടെ. പിന്നെ ജനതയ്ക്ക് ഇതിനകത്തൊരു വലിയ പങ്കുണ്ടല്ലോ. അല്ല, ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് പൂരപ്രേമികൾ എന്ന് പറഞ്ഞ ഒരു സംഘമുണ്ട്. അവരാരും ആനപ്രേമത്തിന് എതിരല്ല. അവരും വലിയ ആനപ്രേമികളാണ്. ആനപ്രേമം ഉള്ളത് കൊണ്ട് മാത്രം പൂരപ്രേമികളായവരാണ് അവർ, അല്ലേ? അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ആനയില്ലാതൊരു പൂരം നടത്താൻ പറ്റുമെങ്കിൽ ഞാൻ യോജിക്കാം. പറ്റുമോ? പക്ഷേ അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ വെടിക്കെട്ട്, പൂരം വെടിക്കെട്ടില്ലാതെ പൂരമില്ല എന്ന് പറയും. ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്കണോമിക്സ് എന്താണ്? ഇങ്ങനെ ഒരു കുടമാറ്റം നടക്കുന്നു, പൂരം നടക്കുന്നു, വെടിക്കെട്ട് നടക്കുന്നു. അത് ഒറ്റ ദിവസത്തെ ഏർപ്പാടാണ്. ഇതിൻ്റെ അനുബന്ധ ചടങ്ങുകൾ ഏതാണ്ട് 7 ദിവസം കൊണ്ട് നടക്കും. പക്ഷെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം, തിരക്ക്, യാത്രാ മാർഗം ഒരുക്കുന്നവർക്ക് വരുന്ന വരുമാനം, ട്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള ടിക്കറ്റ് വിറ്റ് വരുമാനം, ഇതെത്രയാണ്? ഈ തൃശ്ശൂർ റൗണ്ടിൽ മാത്രമല്ല, ജില്ലയിലാകമാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ തൃശ്ശൂർ പട്ടണം വിട്ട് തന്നെ എത്രയാണ് ക്രയവിക്രയം നടക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒക്കെ ധാരണ വേണ്ടേ? പൂരം തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുള്ളതാണ് പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പ്രധാന ദേവസ്വങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും അവരായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഇതുള്ളതായിട്ട് തോന്നി? അവരുടെ വികാരം പറയും. നമുക്ക് പക്ഷേ നമ്മൾ ഒരു പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്, അല്ലേ? അപ്പോൾ ആ അഡ്മിനിസ്ട്രേഷണൽ ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് സാധ്യമാകുന്നതാണ് നടപ്പിലാക്കിയെടുക്കാൻ ചെയ്യാൻ പറ്റുന്നത്. അത് കേന്ദ്ര മന്ത്രാലയം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.